രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ താമസിക്കുന്ന മജസ്റ്റിക് ഹോട്ടലിൻ്റെ മുറിയിൽ ഞാൻ റെഡിയായി. ഇന്ന് ദീർഘമായൊരു യാത്രയുണ്ട്. നമ്മളിപ്പോൾ മെക്സിക്കോ സിറ്റിയിലാണ്. ഇന്നലെയാണ് ഇവിടെ വന്നത്. ഇത് 2-ാം ദിവസത്തിൻ്റെ പുലർച്ചെയാണ്. നേരം 4:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ. കുളിച്ച് റെഡിയായി ഞാൻ ലോബിയിൽ ചെല്ലുന്നു. എന്നോട് പറഞ്ഞിരിക്കുന്നത് ഒളാരെ എന്ന് പറയുന്നൊരു കമ്പനിയുടെ പ്രതിനിധി രാവിലെ കൃത്യം 5 മണിയാകുമ്പോൾ വണ്ടിയായിട്ട് ഈ ഹോട്ടലിന് മുന്നിൽ വരും. അപ്പോൾ ഹോട്ടലിന് മുന്നിൽ തന്നെ കാണണം 5 മണിക്ക്. അപ്പോൾ ഒളാരെ കമ്പനിയിൽ ഇന്ന് ഞാനൊരു ബലൂൺ സഫാരിക്ക് പോവാണ്. ബലൂൺ സഫാരി എന്ന് പറയുന്നത് നമുക്കറിയാം, ഹോട്ട് എയർ ബലൂണിൽ ഒരു പുരാനഗരത്തിൻ്റെ മുകളിലൂടെ 1.5-2 മണിക്കൂർ നേരം പറക്കുന്നൊരു പരിപാടിയാണ്. അതിനിവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്തെത്തുന്ന ഒരു ഉൾഗ്രാമത്തിലെത്തണം. അവിടെ വലിയൊരു ചരിത്ര നഗരമുണ്ട്. ചരിത്ര നഗരം എന്ന് പറഞ്ഞാൽ 2000 ചില്ലുവാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോത്ര മനുഷ്യർ പണിത ഒരു നഗരം. ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു. 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ ജനങ്ങൾ വസിച്ചിരുന്നൊരു നഗരം. അവിടെ 25 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള പിരമിഡുകളുണ്ട്. അവിടെ ഗിസയിലെ പിരമിഡുകൾ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ 3ാമത്തെ പിരമിഡ് അവിടെയാണ്. നമ്മൾ ഇന്ത്യക്കാരോ മലയാളികളോ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ലോകാത്ഭുതം കാണാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണത്. ആ പിരമിഡിന് ചുറ്റുമായി വളർന്നു വന്ന ആ മഹാനിർമ്മിതികളുടെ ആ നഗരത്തിൻ്റെ പേര് തിയോത്തിഹുവാക്കാൻ എന്നാണ്. ഈ തിയോത്തിഹുവാക്കാൻ്റെ മുകളിലൂടെ ഒരു ബലൂണിലുള്ള യാത്ര, ഹോട്ട് എയർ ബലൂണിലുള്ള യാത്ര, അതിനുവേണ്ടിയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ സ്ക്വയറിൽ നിന്ന്, നമ്മുടെ സ്ക്വയറിന് തൊട്ട് ചേർന്നാണ് ഈ ഹോട്ടലിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, സ്ക്വയറിൽ നിന്ന് കുറേ ശബ്ദമൊക്കെ കേൾക്കുന്നു. ഈ സ്ക്വയറിലേക്ക് റോഡ് ചെന്ന് ചേരുന്ന ആ ഭാഗമുണ്ടല്ലോ, അവിടെ ഒരു വലിയ മതിൽ പണിതിരിക്കുന്നു ഈ രാത്രി കൊണ്ട് തന്നെ. അപ്പുറത്ത് എന്താ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഈ റോഡിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഈ സ്ക്വയറിൻ്റെ ഓരത്തുകൂടെ വണ്ടി വന്നിട്ട് വേണം ഈ ഫ്രാൻസിസ്കോ മേദേര സ്ട്രീറ്റിലേക്ക് ആളുകൾക്ക് വരാനും വണ്ടികൾക്ക് വരാനും. എന്നെ രാവിലെ പിക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ വണ്ടി ഇതിലൂടെയാണ് വരേണ്ടത്. 5 മണി കഴിഞ്ഞു, കാണുന്നില്ലാരെ. 5:10 അക്ഷമയോടെ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം നിൽക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ, സ്ട്രീറ്റിലൂടെ, ഇരുട്ടിലൂടെ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. അപ്പോൾ ഇവിടെ വേറെ ആരും നിൽക്കുന്നില്ല. അപ്പോൾ എൻ്റെ നേരെ നടന്നു വരുന്നതെന്ന് മനസ്സിലായി. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഒളാര കമ്പനിയുടെ ബലൂൺ സഫാരിക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ, എൻ്റെ കൂടെ വന്നോളൂ. അപ്പം ഇയാൾക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ വഴിയൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നത്? ഇന്ന് ഇവിടെ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, അതിനുവേണ്ടി ക്ലോസ് ചെയ്തതാണ്. അതുകൊണ്ട് വാഹനങ്ങളൊന്നും ഇങ്ങോട്ട് വിടുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. മറ്റൊരു സ്ട്രീറ്റിലാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. ഏതായാലും വണ്ടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി, സമാധാനമായി. ഞാൻ ഇയാളുടെ പുറകെ നടന്നു. ഒരു മിനി വാനാണ്, ഒരു 7-8 പേർക്ക് യാത്ര ചെയ്യാവുന്നൊരു വാന്. ഈ വാനിൻ്റെ പുറകിലത്തെ ഡോറ് തുറന്നു ഞാൻ അകത്ത് കയറി. അകത്ത് ചെല്ലുമ്പോൾ നിറയെ ആളുണ്ട്. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. പിന്നെ ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരം ഇരുളിലൂടെ ഇങ്ങനെ ഒരു മലയൊക്കെ കയറി ഇറങ്ങിയാൽ പോകുന്നത്. കാരണം ഈ മെക്സിക്കോ സിറ്റി താഴ്വാരത്തെ ഒരു നഗരമാണ്. പുറത്തേക്ക് എങ്ങോട്ട് പോകണമെങ്കിലും മല കയറണം. ഒരു മല കയറി വീണ്ടും ഗ്രാമങ്ങൾ പിന്നിട്ട് പോകുമ്പോൾ നേരം വെളുത്ത് വരുമ്പം മെക്സിക്കോയുടെ ഉൾഗ്രാമങ്ങൾ കണ്ടാണ് പോകുന്നത്. അങ്ങനെ ഓടി തിയോത്തിഹുവാക്കാൻ എന്ന് പറയുന്ന ചരിത്ര പ്രദേശത്തിലെ പ്രധാന പട്ടണമായ സാൻ ഫ്രാൻസിസ്കോ മസാപ്പ എന്ന് പറയുന്ന ചെറിയൊരു പട്ടണമൊന്നും പറയാൻ പറ്റില്ല, ഒരു ഗ്രാമത്തിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി. ഒരു വലിയ മൈതാനത്തിൻ്റെ ഓരത്താണ് വണ്ടി നിൽക്കുന്നത്. അവിടെ കുറേ കാറുകളും വാഹനങ്ങളും വാനുകളും എല്ലാം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈതാനത്തിലേക്ക് ഞങ്ങൾ വണ്ടിയിലെ ഡോറ് തുറന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഈ മൈതാനത്തിൽ നിറയെ നിരവധി ബലൂണുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ബലൂണല്ല, ഒരു 5 നില 6 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലുള്ള ബലൂണുകൾ പലതിങ്ങനെ മറിഞ്ഞു കിടക്കുന്നു. ചിലത് പയ്യെ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു, ചിലത് ഉയർന്നിരിക്കുന്നു, ചിലത് പയ്യെ ആകാശത്തേക്ക് പൊങ്ങിത്തുടങ്ങിയിരിക്കുന്നു. പല സ്റ്റേജിലുള്ള ഒരു 10-70 ബലൂണുകൾ. അത്ര വിശാലമായ മൈതാനമാണ്. അതിനകത്ത് മുഴുവൻ ബലൂണുകളാണ്. ഈ ബലൂണുകളെ വീർപ്പിക്കുന്ന സമയമാണിത്. ചിലത് പൊങ്ങിത്തുടങ്ങിക്കഴിഞ്ഞു. ഈ ബലൂണിൻ്റെ ആ മുകൾ ഭാഗം നൈലോൺ കൊണ്ടുണ്ടാക്കിയ ബലൂണാണ്. നമുക്കറിയാമല്ലോ, ഹോട്ട് എയർ ബലൂൺ, കൂറ്റൻ ബലൂണാണ്. അതിൻ്റെ താഴേക്കൊരു ബാസ്ക്കറ്റ് തൂങ്ങിക്കിടക്കും. ഈ ബാസ്ക്കറ്റിനകത്ത് 20 പേർക്കും 16 പേർക്കും 10 പേർക്കും 8 പേർക്കും ഒക്കെ പോകാവുന്ന ബാസ്ക്കറ്റുകളാണ്. പല കപ്പാസിറ്റിയുള്ള ബാസ്ക്കറ്റുകളുണ്ട്. അതിനകത്ത് ആളുകൾ കയറി ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ചിലതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. ചെരിഞ്ഞ് കിടന്ന് അതിനകത്തേക്ക് ചൂട് ഫ്ലെയിംസ് അടുപ്പിച്ചിട്ട് അതിലേക്ക് ഫാൻ വെച്ച് കാറ്റ് അടിച്ച് കയറ്റി പിന്നെ അത് പയ്യെ നിവർന്ന് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ ഫ്ലെയിമുള്ള ബർണർ അതിനകത്തേക്ക് കത്തിക്കുന്നു. അതിനകത്തേക്ക് കത്തിക്കുമ്പം അകത്തെ വായു ചൂടാകും തോറും ഇത് ഉയർന്ന് നിൽക്കുന്നു. നിവർന്ന് ചൂട് കൂടിയ വായു അകത്ത് നിറയുന്നതനുസരിച്ച് ഇത് പൊങ്ങുകയാണ് ചെയ്യുന്നത്.
100 ബലൂണുകളാണ് എല്ലാ ദിവസവും ഇവിടെ ഈ ബലൂൺ സഫാരി നടത്തുന്നത് ഓർക്കണം. ഈ തിയോത്തി ഹുവാക്കാൻ്റെ മുകളിലൂടെ അതൊരു കാഴ്ച തന്നെയാണിത്. ഈ മൈതാനം വൊളാരെ കമ്പനിയുടെ മാത്രമാണ്. അപ്പുറത്ത് വേറെ മൈതാനങ്ങളുണ്ട്, അവിടെ വേറെ കമ്പനികൾ ഇതേപോലെ തന്നെ പരിപാടി നടത്തുന്നുണ്ട്. ഈ മൈതാനത്തിൻ്റെ ഒരു ഭാഗത്ത് വൊളാരെ കമ്പനിയുടെ വലിയൊരു ടെൻറ്റുണ്ട്. ഈ ടെൻറ്റിനകത്തേക്കാണ് നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് ചെക്ക് ഇൻ ചെയ്യണം. ചെക്ക് ഇൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ടേ ഉള്ളൂ. ഈ ടിക്കറ്റുമായിട്ട് ചെന്ന് ഇവരുടെ കമ്പനിയുടെ ഇതുമായിട്ട് ഒത്തുനോക്കി അവർ നമുക്കൊരു ബോർഡിംഗ് പാസ് തരും. ബോർഡിംഗ് പാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിശ്രമിക്കാം. അപ്പോൾ നമ്മളെ അടുത്ത ബലൂൺ റെഡി ആകുമ്പോഴത്തേക്ക് നമ്മളെ വന്ന് വിളിക്കും. അപ്പോൾ ഞങ്ങളൊരു 16 പേരെ ഒരിടത്ത് കൂട്ടി നിർത്തി, നിങ്ങൾ 16 പേര് ഒന്നിച്ചാണ് പോകുന്നതെന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥ വന്ന് വിശദീകരിച്ച് തന്നു. എന്നിട്ട് പറഞ്ഞ് ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ എടുക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ ബലൂണ് നിവർത്തുന്ന അല്ലെങ്കിൽ ഫില്ല് ചെയ്യുന്ന കാറ്റ് നിറയ്ക്കുന്ന കാഴ്ച പോയി കാണാം, അതല്ലെങ്കിൽ ഇവിടെ വിശ്രമിച്ചോളൂ. ഇവിടെ ചായയും കാപ്പിയും സ്നാക്സും ബിസ്ക്കറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കഴിക്കാം. അങ്ങനെ ചിലർ അതൊക്കെ കഴിക്കുന്നു. ഞാൻ ഈ മൈതാനത്തേക്ക് ഇറങ്ങി. ഇത് നിവർത്തുന്നത് കാണണമല്ലോ, ഈ കാഴ്ച രസകരമല്ലേ, ഇത് ഷൂട്ട് ചെയ്തെടുക്കണം. ഈ ബലൂൺ എന്ന് പറഞ്ഞാൽ നൈലോണിൻ്റെ വലിയ ബലൂണാണ്, വലിയൊരു എൻവലപ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ എൻവലപ്പ് മടക്കി വെച്ചാൽ സാധാരണ ഒരു നൈലോണിൻ്റെ എന്തോ ഒരു വലിയൊരു പടുത മടക്കി വെച്ചതുപോലെയുള്ളൂ. ഇവനെ നിവർത്തിയിട്ട് ഇതിൻ്റെ ആ ഭാഗം തുറന്നു പിടിച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം വെറും ഫാൻ വലിയ പ്രൊപ്പല്ലർ വെച്ച് കാറ്റടിച്ച് കയറ്റും. കാറ്റടിച്ച് കയറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് പയ്യെ ഒന്ന് നിവരും എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് നിവരും. അപ്പോൾ കാറ്റ് നല്ല ശക്തിയിലകത്തേക്ക് അടിച്ചടിച്ച് അതൊന്ന് വീർത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബർണർ കൊണ്ടുവന്ന് വെക്കും. ബർണർ എന്ന് പറഞ്ഞാൽ 4 ബർണറുകളുള്ള വലിയൊരു ഹ്യൂജ് എക്യുപ്മെൻറ്റാണ്. അത് കൊണ്ടുവന്ന് വെച്ച് ഗ്യാസ് കുറ്റിക്കകത്തുനിന്ന് പ്രൊപ്പൈൻ ഗ്യാസ് ഇതിലേക്ക് വിട്ട് അത് കത്തിക്കുമ്പോഴത്തേക്കും നല്ല ശക്തിയിൽ ഫ്ലെയിമുകൾ ഉണ്ടാകും. അപ്പോൾ ഈ പയ്യെ തുറന്നു തുടങ്ങിയ എൻവലപ്പിനകത്തേക്ക് ഈ ഫ്ലെയിമുകൾ അടിച്ചു കയറ്റും. ഇതിന് തീയൊന്നും പിടിക്കാത്ത രീതിയിൽ വളരെ പ്രൊഫഷണൽസ് ആയി ഇവരെല്ലാം. ഒരു ബലൂണിന് ഒരു 10 ജീവനക്കാരെങ്കിലും വെച്ചുണ്ടാവും. അവരെല്ലാം കൂടെ ചേർന്നാണ് ഈ പണി ചെയ്യുന്നത്, വളരെ ശാസ്ത്രീയമായിട്ടാണ്. ഈ ഫ്ലെയിം അകത്തേക്ക് അടിച്ചടിച്ച് കുറേശ്ശെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിം ഈ ചൂട് വായു ഇതിനകത്ത് നിറഞ്ഞ് ഈ ബലൂൺ കിടക്കുന്ന സ്റ്റേജിൽ നിന്ന് നിൽക്കുന്ന സ്റ്റേജിലേക്ക് എത്തും. നിന്ന് കഴിയുമ്പോഴത്തേക്കും പയ്യെ ഒന്ന് നിവർന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും പൈലറ്റ് ഇതിനകത്ത് കയറും. പൈലറ്റാണ് പിന്നെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. ഈ ബർണർ തുറന്നും കുറച്ചും കൂട്ടിയും ഒക്കെ ബലൂണിനെ സ്റ്റേബിളാക്കി നിർത്തി നമുക്ക് അകത്ത് കയറാവുന്ന സ്ഥിതിയിലെത്തും. ഈ സ്റ്റേജ് ആയപ്പോഴത്തേക്കും നമ്മുടെ ഈ 16 ആളുകളെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ അവിടുത്തെ ഒരു ജീവനക്കാരി ഇവിടേക്ക് വന്നു. ഈ വിക്കറ്റ് ബാസ്ക്കറ്റ് എന്നാണ് ഈ താഴെ ആളുകൾ നിൽക്കുന്ന ആ ഭാഗത്തിന് പറയുന്നത്. അത് ഇതിൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുക ബലൂണിൽ. ഈ വിക്കറ്റ് ബാസ്ക്കറ്റിനെ 5 കള്ളികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുക്കൊരു വലിയ കള്ളിയുണ്ട്. ഈ കള്ളിയിലാണ് പൈലറ്റ് നിൽക്കുന്നതും. പൈലറ്റ് അതിനകത്ത് നിന്നിട്ടാണ് ഈ ബർണർ തുറക്കുകയും അടയ്ക്കുകയും അതിനെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ഈ പ്രൊപ്പൈൻ്റെ 4-5 കുറ്റികളുമുണ്ട്. ഈ നടുക്കുള്ള വലിയ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ 2 വശത്തുമായിട്ട് ഈ 2 കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതിനകത്ത് 4 4 പേർക്ക് വീതം നിൽക്കാം. അങ്ങനെ 16 പേർക്ക് ഇതിനകത്ത് കയറാം. അങ്ങനെ ഇതിനകത്തേക്ക് ഞങ്ങളെ ഓരോരുത്തരായിട്ട് കയറ്റി. ഞങ്ങളെല്ലാവരും കയറി കഴിഞ്ഞു. പൈലറ്റിനെ പരിചയപ്പെട്ടു. കാർലോസ് എന്നാണ് പൈലറ്റിൻ്റെ പേര്. കാർലോസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പൈലറ്റാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പുറപ്പെടേണ്ട സമയമാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഫ്ലെയിം തുറന്നു വിട്ട് നന്നായിട്ട് തീ കത്തിക്കുമ്പോഴത്തേക്കും ബലൂൺ പയ്യെ ഉയർന്നു തുടങ്ങും. ഈ ബലൂണിന് ഉയർന്നപ്പോൾ നമ്മുടെ താഴെ ഭൂമി ഇങ്ങനെ അകന്നകന്ന് പോകുന്ന മനോഹരമായ കാഴ്ചയാണ്. ഗംഭീരമായ അനുഭവമാണ് ഈ ഹോട്ട് എയർ ബലൂൺ പറക്കൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഹെലികോപ്റ്ററിൽ പറക്കുമ്പോഴെല്ലാം ഈ യന്ത്രമുണ്ട്, പട്ട ശബ്ദമുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഇളക്കമുണ്ട്, ബഹളമുണ്ട്, ആകെപ്പാടെ ഒരു അസ്വസ്ഥതയാണ് ഹെലികോപ്റ്ററിലൊക്കെ പറക്കുമ്പോൾ. വിമാനമാണെങ്കിൽ ഇങ്ങനെ ഓടി അതിവേഗം പാഞ്ഞ് നിലത്തോട് ഓടിയിട്ട് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. വേഗതയുടെ ഒരു അസുഖകരമായൊരു യാത്രയാണ്. എന്നാൽ ബലൂൺ സഫാരി അങ്ങനെയല്ല. പയ്യെ നിലത്ത് നിന്ന് അങ്ങ് പൊങ്ങുകയാണ്. വലിയ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല. നേരെ മുകളിലേക്ക് നമ്മളൊരു വേലിക്കകത്ത് നിൽക്കുന്ന പോലെയുള്ളൂ. തുറന്നൊരു സ്ഥലത്താണ്. നമുക്ക് ക്യാമറയായിട്ട് ഈ വേലിയെ പോയി കൈപിടിച്ചുകൊണ്ട് താഴ്ച ചുറ്റും കാണാം. ചുറ്റും തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയുമില്ല. ജാലകങ്ങളില്ല, ഭിത്തിയില്ല, മേൽക്കൂരയില്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ അന്തരീക്ഷത്തിലേക്ക് വയ്യ പൊങ്ങിപ്പോവുകയാണ്. ഈ പൈലറ്റിന് ആകെപ്പാടെ ചെയ്യാവുന്ന 2 കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ഒന്നെങ്കിൽ ഈ ഫ്ലെയിം തുറന്നു വിടുക, അല്ലെങ്കിൽ അടയ്ക്കുക. ഈ പണി മാത്രമേ മൂപ്പർക്കുള്ളൂ. പക്ഷേ ഇത് എപ്പോൾ തുറക്കുന്നു എപ്പോൾ അടയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. പിന്നെ വേണമെങ്കിൽ വേറൊരു പണി കൂടി ഉണ്ടെന്ന് വേണേൽ പറയാം. ഈ ബലൂണിൻ്റെ മുകളിൽ വേറൊരു ചെറിയ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അവിടെയും ഒരു ഷീറ്റ് ഇങ്ങനെ അടിയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ അകത്തുനിന്ന് ചൂട് വായു നിറയുമ്പോൾ ഈ പ്രൊപ്പൈൻ കത്തിക്കുമ്പോൾ ഇതിനകത്ത് ചൂട് വായു നിറയുകയാണ്. അപ്പോൾ ഈ ചൂട് വായു മുകളിലേക്ക് പൊങ്ങി ബലൂണിനെ അങ്ങ് പൊക്കുകയാണ് ചെയ്യുന്നത്. താത്തേണ്ട സമയമാകുമ്പോൾ ഉണ്ടല്ലോ, ഈ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു വിൻഡോ ഉണ്ട്, ഒരു വാൽവ് പോലത്തെ. അത് വയ്യ ഒരു ചരട് കൊണ്ട് വലിച്ചിങ്ങനെ തുറന്നു കഴിയുമ്പം ഈ ചൂടുവായു പുറത്തേക്ക് പോകും. ചൂടുവായുവിൻ്റെ അളവ് പുറത്തേക്ക് പോയി കുറയുമ്പോൾ ബലൂൺ പയ്യെ താഴും. അപ്പോൾ ഈ ചൂട് ബർണറിൻ്റെ തുറക്കൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്തും ഈ വാൽവ് പയ്യെ തുറക്കുക അടയ്ക്കുകയോ ചെയ്തുമാണ്
ഈ ബലൂണിനെ പൊക്കുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് ഈ പൈലറ്റിന് ഈ ബലൂണിനെ പൊക്കാനും താഴ്ത്താനും അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറൊരു പണിയും മൂപ്പരെ കൊണ്ട് പറ്റില്ല. എന്നാൽ നമുക്കറിയാം ഈ ബലൂൺ ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? അത് വളരെ സിമ്പിളാണ്. ഈ അന്തരീക്ഷത്തിൽ ഒരു 100-200 മീറ്റർ മുതൽ മുകളിലേക്ക് പല ലെയറുകളിൽ വായു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 200 മീറ്ററിനും 300 മീറ്ററിനും ഇടയ്ക്ക് വായു തെക്ക് നിന്ന് വടക്കോട്ടായിരിക്കും ഒഴുകുന്നത് എന്നിരിക്കട്ടെ. കുറച്ചുകൂടെ മുകളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ വായു ചിലപ്പം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടായിരിക്കും പ്രവഹിക്കുന്നത്, അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡയഗണലായിട്ടായിരിക്കാം. വായു പ്രവാഹങ്ങൾ പല നിലകളിൽ, അതായത് അന്തരീക്ഷത്തിൻ്റെ പല ഉയരങ്ങളിൽ പല ദിശകളിലേക്കാണ്. ഈ പൈലറ്റിന് പരിചയം കൊണ്ട് അറിയണം ഈ പ്രദേശത്ത് രാവിലെ ഒരു 6-7 മണിക്കൊക്കെ ഈ എത്ര ഉയരത്തിൽ ഏത് ദിശയിലേക്കാണ് വായു പറക്കുന്നതെന്നുള്ള ഒരറിവ് പരിചയം ഈ പൈലറ്റിനുണ്ടെങ്കിൽ ഇയാൾ ഇതിൻ്റെ ഉയരം കാൽക്കുലേറ്റ് ചെയ്യും, കാണാം. ആ ഉയരത്തിലേക്ക് ബലൂണിലെ വായു അല്ലെങ്കിൽ ഈ ഫ്ലെയിംസ് തുറന്ന് ചൂടുവായു നിറച്ച് പൊക്കിക്കൊണ്ട് പോയി എത്തിച്ചു കഴിഞ്ഞാൽ ആ ദിശയിലേക്ക് ബലൂൺ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അങ്ങോട്ട് പോയിടത്ത് നമുക്ക് തിരിച്ചാണ് പോകേണ്ടതെങ്കിൽ തിരിച്ചുള്ള വായു പ്രവാഹം ഏത് ലെവലിലാണെന്ന് ഇയാൾക്കറിയാം, അല്ലെങ്കിൽ ഇയാളുടെ ഉള്ള എക്യുപ്മെൻസിലൂടെ തിരിച്ച് മനസ്സിലാക്കും. അങ്ങോട്ട് ബലൂൺ ഉയർത്തും അല്ലെങ്കിൽ താഴ്ത്തുമ്പോൾ ആ ദിശയിലേക്ക് ബലൂൺ സഞ്ചരിക്കും. ഇതാണ് എൻ്റെ സിമ്പിൾ ടെക്നിക്ക്. ഇതൊക്കെ കുറേ നാൾ ബലൂണിൽ യാത്ര ചെയ്തതിന് ശേഷം തിരിച്ചു വന്നിരുന്ന ഗവേഷണം നടത്തി കണ്ടുപിടിച്ചാൽ ഞാൻ. അപ്പോൾ ഇത്തരം പൈലറ്റുമാർക്ക് പരിശീലനം കൊടുക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ പല രാജ്യങ്ങളുണ്ട്. അമേരിക്കയിലുണ്ട്, ഫ്രാൻസിലുണ്ട്, സ്പെയിനിലുണ്ട്. ഇവിടെയൊക്കെ പഠിച്ചിട്ട് വന്നിട്ടാണ് ഈ ബലൂൺ പറത്തുന്നത്. മറ്റ് വിമാനങ്ങളിലൊക്കെ പല കൺട്രോൾസും കമ്പ്യൂട്ടറൈസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതിൽ മുഴുവൻ മാനുവലായിട്ട് കോമൺ സെൻസും ബുദ്ധിയും അനുഭവ സമ്പത്തും കൊണ്ടൊരു പൈലറ്റ് മാനേജ് ചെയ്യണം. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. കാരണം എങ്ങാനും ബലൂണിന് തീ പിടിച്ചാൽ എല്ലാം കൂടെ താഴെ പോകും. ഈ ഗ്യാസ് ലീക്ക് വരികയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ തീർന്നു. എവിടെയെങ്കിലും കറണ്ട് കമ്പിയാൽ തട്ടുകയോ ബലൂണുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയോ ചെയ്താലും തീർന്നു. അപ്പം വലിയ അപകടങ്ങളുള്ളതാണ്. പക്ഷേ ഇത്രയും രസകരമായൊരു പറക്കൽ വേറെയില്ല. ഗംഭീരമായൊരു അനുഭവമാണ്. ഈ പൈലറ്റുമാർക്കൊക്കെ നല്ല ശമ്പളമുണ്ട്. നമ്മുടെ രാജസ്ഥാനിൽ പല സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോൾ ബലൂൺ സഫാരികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗുജറാത്തിലുണ്ട്. അവിടെയൊക്കെ ഈ ബലൂൺ സഫാരികൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ അധികം ബലൂൺ സഫാരികളില്ല. അതിനൊരു പ്രധാന കാരണം എന്താ എനിക്ക് മനസ്സിലാകുന്നത്, ഒന്ന് കൺട്രോൾഡായ വിൻഡ് ഉണ്ടാവണം, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന വിൻഡ് ആയിരിക്കണം. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തെ വായുവിൻ്റെ ചൂടും പുറത്തെ വായുവിൻ്റെ ചൂടും ഒരേ അളവിലാണെങ്കിൽ ഇത് പൊങ്ങില്ല. അപ്പം നല്ല തണുപ്പുള്ളിടത്താണ് ഇത് ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് പ്രവർത്തിക്കുക. പിന്നെ 2, തുറസായ സ്ഥലം നമുക്ക് കിട്ടണം, ഇഷ്ടം പോലെ മരങ്ങളില്ലാത്ത വിശാലമായ പ്രദേശത്തു നിന്നാണ് ഇത് പൊങ്ങാനും താഴാനും ഒക്കെ പറ്റുള്ളൂ. അത് കൃത്യം ഒരു സ്പോട്ടിൽ കൊണ്ടേ ഇറക്കാൻ പറ്റില്ലെന്നർത്ഥം. നമ്മൾ പൊങ്ങിക്കഴിഞ്ഞാൽ ഈ ബലൂൺ ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ കുറേയൊക്കെ ഒന്ന് നിയന്ത്രിക്കാമെന്നുള്ളതല്ലാതെ നമ്മൾ കൃത്യമായ സ്പോട്ടിൽ നിന്നും കൊണ്ട് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ വിശാലമായ കൃഷിയിടങ്ങൾ അല്ലെങ്കിൽ പുൽമേടുകളൊക്കെ ഉള്ളിടത്താണ് സാധാരണ ഇത്തരം ബലൂണുകൾ ലാൻഡ് ചെയ്യുക ചെയ്യുക. നമ്മളങ്ങനെ പറന്നു ഉയർന്ന് സാൻ ഫ്രാൻസിസ്കോ മസാപ്പ എന്ന് പറയുന്ന നമ്മൾ പുറപ്പെട്ട ആ ഗ്രാമത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ബലൂൺ പറക്കുമ്പോൾ താഴെ ഈ ഗ്രാമക്കാഴ്ചകൾ കാണാം. മനുഷ്യർ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു, തെരുവുകളിലൂടെ കാറുകൾ ഓടുന്നു. നമ്മുടെ ഈ ബോംബെയിലൊക്കെയുള്ള ചേരി പ്രദേശത്തിൻ്റെയൊക്കെ കുറച്ചുകൂടെ പരിഷ്കരിച്ച പതിപ്പ്, ആസ്പെറ്റോസ് ഷീറ്റും തകര ഷീറ്റും ഒക്കെ ഇട്ട വീടുകളുടെ മേൽക്കൂരകളാണ് കാണുന്നത്. ഒരു നിലയുള്ള പാവപ്പെട്ടവർ വസിക്കുന്ന വീടുകൾ. അതിൻ്റെയൊക്കെ മധ്യത്തിൽ ആ ഗ്രാമത്തിൻ്റെ മധ്യത്തിലൊരു പള്ളി ഉണ്ടാവും. പള്ളിയുടെ മുൻഭാഗത്തെ തെരുവൊക്കെ അലങ്കരിച്ചിട്ടിരിക്കുന്നത് കാണാം. അവിടെ എന്തോ പെരുന്നാളോ മറ്റോ നടക്കുകയാണെന്ന് മനസ്സിലായി. തെരുവിലൂടെയൊക്കെ ആളുകൾ അങ്ങ് നടക്കുന്നു. അപ്പോൾ അങ്ങനെ മെക്സിക്കോയുടെ ഉൾനാടിൻ്റെ ഗ്രാമക്കാഴ്ചകളുടെ മുകളിലൂടെ ഇങ്ങനെ പറക്കുകയാണ്. ഈ പറക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ചുറ്റും നിരവധി ബലൂണുകൾ ഇങ്ങനെ പറക്കുകയാണെങ്കിലുള്ളൊരു കാഴ്ചയുടെ രസം എത്രയാണെന്ന് ചിന്തിച്ച് ചോദിക്കുക. അങ്ങനെയാണത്. നമുക്ക് താഴെ, നമുക്ക് മുകളിൽ, നമ്മുടെ വശങ്ങളിലൊക്കെ പല നിറങ്ങളിലുള്ള ബലൂണുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക. ഏകദേശം 100-ലേറെ ബലൂണുകളുണ്ട് പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പറന്ന് നടക്കുന്നു. ഈ ബലൂൺ ഇങ്ങനെ നേരെ അങ്ങോട്ട് ഒരു വശേ പോവുകയല്ല, ഇതിങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ കറങ്ങുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രിയിലും ഇത് ഷൂട്ട് ചെയ്യാനും പറ്റും, 360 ഡിഗ്രിയിലും കാഴ്ചകളും കാണാം. എൻ്റെ കൂടെ എൻ്റെ ബാസ്ക്കറ്റിനകത്ത് നിൽക്കുന്ന 2 പെൺപിള്ളേരാണ്. ഇവർ കയറിയപ്പം മുതൽ സെൽഫി എടുക്കലാണ് പരിപാടി. സെൽഫി അല്ലാതെ താഴത്തെ ഒരു കാഴ്ച ഇവർ കണ്ടിട്ടില്ല. ഞാൻ ചുറ്റുമുള്ള മറ്റ് കമ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെ നോക്കുമ്പോഴും ഈ ബാസ്ക്കറ്റിനകത്ത് നിൽക്കുന്ന ബഹുഭൂരിപക്ഷം പേരുടെയും ജോലി പല ആംഗിളിൽ സെൽഫി എടുക്കലാണ്. അങ്ങനെ ബലൂൺ ഒന്ന് കറങ്ങി തിരിയുമ്പോൾ ആണ് ആ അത്ഭുത കാഴ്ച കാണുന്നത്. കൂറ്റനൊരു പിരമിഡിൻ്റെ കാഴ്ച. ഒരു വമ്പൻ പിരമിഡ്, ഏതാണ്ട് 25 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു വമ്പൻ പിരമിഡ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പിരമിഡ് ഈ മെക്സിക്കോയിലാണെന്ന്, അല്ലെങ്കിൽ ഈ തിയോത്തിഹുവാക്കാൻ എന്ന് പറയുന്ന ഈ ചരിത്ര സ്ഥലത്താണെന്ന് എത്ര പേർക്കറിയാമായിരുന്നു? എനിക്ക് പോലും ആ യാത്രയ്ക്ക് തൊട്ടു മുമ്പാണ് ഞാൻ അറിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ പിരമിഡ് ഈ മെക്സിക്കോയിലുണ്ടെന്ന്. പിരമിഡിൻ്റെ മുമ്പിലൂടെ
വലിയൊരു പ്രൊമനേഡ് കിടക്കുന്നുണ്ട്, വലിയൊരു സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് അമ്പലങ്ങൾ, പഴയ ക്ഷേത്രങ്ങൾ, പഴയ കൊട്ടാരങ്ങൾ, മണ്ഡപങ്ങൾ, സ്മാരകങ്ങൾ ഇതെല്ലാം പണിത് വെച്ചിരിക്കുകയാണ്. 1,50,000 ജനങ്ങൾ 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന വമ്പനൊരു നഗരത്തിൻ്റെ ഇന്ന് അവശേഷിക്കുന്ന ഭാഗങ്ങളാണിത്. ഈ പ്രൊമനേഡ് ഏതാണ്ട് 4 കിലോമീറ്റർ നീളമുള്ള വമ്പനൊരു പ്രൊമനേഡാണ്, വമ്പനൊരു സ്ട്രീറ്റ് എന്ന് വേണേൽ പറയാം. ഇതിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ സൺ പിരമിഡ് എന്നാണ് അതിൻ്റെ പേര്, ഈ വമ്പൻ പിരമിഡ്, 25 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള സൺ പിരമിഡ്. ഈ സ്ട്രീറ്റിൻ്റെ വടക്കേ അതിരിലാണ് മറ്റൊരു ചെറിയ പിരമിഡ്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, ഒരു 15 നില കെട്ടിടത്തിൻ്റെ ഉയരം ഉണ്ടാവും ആ പിരമിഡ്. അത് കുറേയൊക്കെ പൊളിഞ്ഞു പോയിരിക്കുന്നതിൻ്റെ മുകൾ ഭാഗം, അത് മൂൺ പിരമിഡാണ്. അതായത് സൂര്യദേവനും ചന്ദ്രദേവനും വേണ്ടി സമർപ്പിക്കപ്പെട്ട 2 പിരമിഡുകളാണ്. നമ്മുടെ ഈജിപ്തിലൊക്കെ പിരമിഡുകൾ മനുഷ്യനെ സംസ്കരിച്ചിരുന്ന ഫറോമാരെ, പ്രമാണിമാരെ സംസ്കരിച്ചിരുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇവിടെ ഇവർ ആരാധന നടത്തിയിരുന്ന കേന്ദ്രങ്ങളാണ്. ആരാധനയ്ക്ക് വേണ്ടിയാണ് ഈ പിരമിഡുകൾ പണിതത്. ഇതിൽ ദൈവം സൂര്യദേവന് വേണ്ടിയും ചന്ദ്രദേവന് വേണ്ടിയും ഒക്കെ പണിതിരിക്കുന്ന പിരമിഡുകൾ. ഈ അസ്റ്റക്ക് ഗോത്രക്കാർക്ക് മുമ്പ് ഈ പ്രദേശത്തൊക്കെ ടോൾട്ടക്ക് എന്ന് പറയുന്നൊരു ഗോത്രം വസിച്ചിരുന്നത്. അവർ 10,000-2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. ഈ അസ്റ്റക്കുകൾ പ്രബലരാകുന്നിടം വരെ അവരായിരുന്നു ഈ പ്രദേശത്തിൻ്റെ പ്രമാണിമാർ, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടെ ജീവിച്ചിരുന്നവർ. പിന്നീട് അവരെ കീഴടക്കി അസ്റ്റക്കുകൾ പ്രമാണികളായി മാറുകയും അവരുടെ ഗോത്രം അങ്ങ് വളർന്ന് വികസിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ടോൾട്ടക്കുകാരുടെ ക്ഷേത്രവും നഗരവുമായിരുന്നെങ്കിലും പിന്നീട് അസ്റ്റക്കുകൾ ഇവിടവും പിടിച്ചടക്കി അവരുടേതാക്കി മാറ്റി. അപ്പോൾ ഈ 2 ടോൾട്ടക്ക് അസ്റ്റക്ക് ഗോത്രങ്ങൾ, 2 ഗോത്രങ്ങൾ ജീവിച്ചിരുന്ന, അവരാരാധന നടത്തിയിരുന്ന, അവരുടെ തൊഴിലിടങ്ങളുള്ള, അവരുടെ കൊട്ടാരങ്ങളുള്ള നഗരമായിരുന്നു ഈ തിയോത്തിഹുവാക്കാൻ. അതിമനോഹരമായ അതിഗംഭീരമായൊരു ചരിത്രാവശേഷിപ്പ്. ഇത് കണ്ടെത്തുന്നതിന് പിന്നിലൊരു രസകരമായ കഥയുണ്ട്. നമ്മൾ ഈ ബലൂണിൽ കടന്നു പോകുമ്പോൾ താഴെ കൂടെ റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന കാണാം, അതിലൂടെ തീവണ്ടികൾ പോകുന്ന കാഴ്ചയൊക്കെ കാണാം. ഈ റെയിൽവേ ട്രാക്ക് ആക്ച്വലി വരേണ്ടിയിരുന്നത് ഇന്നീ കാണുന്ന പിരമിഡ് ഇരിക്കുന്ന സ്ഥലത്തു കൂടിയായിരുന്നു. ഈ റെയിൽവേ ട്രാക്ക് പണിയാൻ വേണ്ടി ഇവിടുത്തെ ഒരു ചെറിയൊരു കുന്ന് അവിടെ ഉണ്ടായിരുന്നു. ഈ കുന്ന് ഇടിച്ചു നിരത്താൻ വേണ്ടി ഡൈനാമിറ്റ് വെച്ച് പൊട്ടിക്കുമ്പോൾ വേണ്ട രീതിയിൽ പൊട്ടുന്നില്ല. അവസാനം ഇവർ മണ്ണുമാന്തിയൊക്കെ കൊണ്ടുവന്ന് മണ്ണ് മാറ്റുമ്പോൾ അവർ ഈ പിരമിഡിൻ്റെ ഒരു അംശം കാണുകയാണ്. അതായത് നൂറ്റാണ്ടുകൾ മനുഷ്യനെ ഉപേക്ഷിച്ച് പോയ ആ ഗോത്രം ഇല്ലാതായിപ്പോയതിന് ശേഷം മണ്ണടിഞ്ഞും മരം വളർന്നും ഒക്കെ ഈ പിരമിഡാകെ മൂടിപ്പോയി. ഈ പിരമിഡിന് കല്ലുകൊണ്ടുള്ള ഈ ത്രികോണാകൃതിയിലുള്ള പിരമിഡ് മണ്ണിനടിയിലായിപ്പോയ ഒരു കാലമുണ്ട്. അപ്പോൾ അതിന് മുകളിൽ മരങ്ങളെല്ലാം വളർന്ന് നാട്ടുകാർ, പിന്നീട് വന്ന സ്പെയിൻകാരും ഈ നാട്ടുകാരൊക്കെ ചിന്തിച്ചിരുന്നത് അതൊരു യഥാർത്ഥ മല തന്നെയാണെന്നാണ്. പിന്നീട് ഈ ട്രെയിനിൻ്റെ ട്രാക്ക് പണിയാൻ വേണ്ടിയിട്ട് മണ്ണ് മാറ്റുമ്പോഴാണ് ഇതൊരു പിരമിഡാണെന്ന് മനസ്സിലാകുന്നത്. ഉടനെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നു, ആ പ്രദേശമെല്ലാം ക്ലീൻ ചെയ്യുന്നു, മണ്ണ് മാറ്റുമ്പോഴാണ് ഇവിടെ വമ്പനൊരു നഗരം, 1,50,000-ലേറെ മനുഷ്യർ വസിച്ചിരുന്ന ഒരു നഗരമുണ്ടെന്ന് കണ്ടെത്തുന്നത്. അതൊരു പുതിയ കാലഘട്ടത്തിൻ്റെ വലിയൊരു വെളിപാടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ലോകത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ്. ഇന്ന് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പ്രമുഖമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി, ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായിട്ട് ഇത് മാറി. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം കണ്ടു. എപ്പോഴത്തേക്ക് 1.5-2 മണിക്കൂറായി. ഇനി നമുക്ക് ഇറങ്ങേണ്ട സമയമായി. ഇറങ്ങേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഇയാളുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ട്, നമ്മുടെ കാർലോസിൻ്റെ കയ്യിൽ. കാർലോസ് ഗ്രൗണ്ട് സ്റ്റാഫുമായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഇതിനെ കാറ്റ് പറത്തിക്കൊണ്ട് പോവുകയാണല്ലോ. താഴ്ത്തുമ്പോൾ വലിയൊരു പ്രശ്നം എന്താ അറിയോ? മുമ്പേ ഞാൻ പറഞ്ഞ പോലെ വലിയ മരങ്ങളോ ടവറുകളോ ഇലക്ട്രിസിറ്റി പോസ്റ്റുകളോ ഒക്കെയുള്ള സ്ഥലത്ത് ഇറങ്ങാൻ പറ്റില്ല. ഇലക്ട്രിക് ടവറുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. കറണ്ട് കമ്പികൾ പോകുന്നിടം നമ്മൾ ആ മുകളിൽ നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കറണ്ട് കമ്പികളിലേക്ക് ഇത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പാർക്ക് ഉണ്ടാകും, ഇത് കത്തും, ഉറപ്പാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കൃഷിയിടങ്ങൾ കിട്ടണം. അങ്ങനെ കുറച്ച് നേരം പറന്ന് ഒരു കൃഷിയിടത്തിലേക്ക് നമ്മൾ വയ്യ താഴ്ന്നു ചെല്ലുമ്പോഴത്തേക്കും വാക്കി ടോക്കിയിൽ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു ട്രക്ക് എപ്പോഴും ഉണ്ടാവും. താഴത്തെ ഗ്രൗണ്ട് സ്റ്റാഫ് ഒരു പിക്കപ്പ് ട്രക്കിൽ അവരിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഈ പിക്കപ്പ് ട്രക്ക് നമ്മളെവിടെ ലാൻഡ് ചെയ്യുന്നോ അവിടെ എത്തിയിരിക്കും. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കും അവരാണെങ്കിൽ ബാക്കി സന്നാഹങ്ങളൊക്കെ ആയിട്ട് വരിക. ചിലപ്പോൾ 1-2 ട്രക്കുകളുണ്ടാവും. അങ്ങനെ ഈ 8-10 സ്റ്റാഫും ഈ ട്രക്കും കൂടെ എത്തുന്നു. നമ്മൾ നിലത്ത് തൊടുന്നതിന് തൊട്ട് മുമ്പ് മരച്ചില്ലയിലൊക്കെ തട്ടിയാണ് താഴോട്ട് ഇറങ്ങുന്നത്. പക്ഷേ അത് ഇവർക്കറിയാം, അത് സ്വാഭാവികമാണ്. നിലത്ത് പോയി ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റാഫ് വന്ന് ഇതിനെ പിടിച്ചു കൊണ്ടുപോയി പിക്കപ്പ് ട്രക്കിൻ്റെ പുറകെ കൊണ്ടുപോയി കയറ്റി വെച്ചു. അല്ലെങ്കിലുണ്ടല്ലോ, നിലത്തിറങ്ങിയാൽ ഈ ബാസ്ക്കറ്റ് ഇതെല്ലാം കൂടെ വലിച്ച് ബർണറും എല്ലാം കൂടെ കയറ്റി പിക്കപ്പിലെ ഒരു ചുവന്ന് കയറ്റണം. അത് ഒഴിവാക്കാൻ വേണ്ടി പിക്കപ്പ് ട്രക്കിൻ്റെ ആ ബാക്കിലെ ഭാഗത്ത് തന്നെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് കൊണ്ട് ഇറക്കി. ബലൂണ്, കാറ്റുപോയ ബലൂൺ എൻവലപ്പ് ഒരു സൈഡിലേക്ക് പയ്യെ മറിഞ്ഞ് വീണു. അതിനകത്തെ വായു പയ്യെ കുറഞ്ഞു വന്നു, ചൂടുവായു.
അവനാകൻ ശൂന്യമായി. ഇത്രയും നേരം ആകാശത്തൂടെ നെഞ്ചി വിരിച്ച് അഹങ്കാരത്തോടെ പറന്നിരുന്ന ബലൂൺ ഇത് കാറ്റുപോയി ജീവച്ഛവമായിട്ട് നിലത്ത് കിടക്കുന്നവനെ കണ്ടപ്പോൾ നമുക്ക് വലിയ സഹതാപം തോന്നി. ഇതിനകത്ത് നിന്ന് ഇറങ്ങാൻ ഇച്ചിരി പണിയാണ്. ഈ ബാസ്ക്കറ്റിൻ്റെ ഒരു കള്ളിക്കകത്ത് നിന്നേ വാതിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങണം. പലരും വലിയ ബുദ്ധിമുട്ടി ഇറങ്ങി. ഞങ്ങളിറങ്ങി അടുത്തൊരു പുൽമേടുണ്ട് കൃഷിയിടത്തിന് തന്നെ ഒരു ഭാഗത്ത്. ഞങ്ങളെ അങ്ങോട്ട് മാറ്റി നിർത്തി. പൈലറ്റ് കാർലോസ് ഇറങ്ങി വന്നു. ജീവനക്കാർ അവിടെ ഒരു ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്തു. ഇതെന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ എനിക്ക് ഓർമ്മ വന്നു, ഇത്തരം പല ബലൂൺ സഫാരികൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ മേശയിൽ കുറച്ച് ഷാമ്പെയിൻ കുപ്പികൾ, കുറേ ഗ്ലാസ്, കുറച്ച് കേക്ക്, ചീസ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചു. 1870 ആദ്യത്തെ ഹോട്ട് എയർ ബലൂൺ പറക്കൽ നടന്നതിൻ്റെ ആ വിജയത്തിൽ, ആ പറക്കൽ കഴിഞ്ഞ് വന്ന ആ സംഘം ആദ്യം ചെയ്ത പണി ഒരു ഷാമ്പെയിൻ പൊട്ടിക്കലായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്ക് ലോകത്തെവിടെ ഹോട്ട് എയർ ബലൂൺ പറന്നാലും പറന്നു കഴിഞ്ഞ് സേഫായിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷാമ്പെയിൻ കുപ്പി പൊട്ടിക്കും. ആ ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ക്യാപ്റ്റൻ വന്നൊരു പ്രസംഗമൊക്കെ നടത്തി, എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞു. പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെയൊക്കെ പുള്ളി പരിചയപ്പെട്ടു. എന്നിട്ട് ഷാമ്പെയിൻ കുപ്പി പൊട്ടിച്ചു. എല്ലാവർക്കും ഓരോ ഗ്ലാസ്സിൽ കുറേശ്ശെ വിളമ്പി. കേക്കുണ്ട്, ചീസുണ്ട്, ഇതൊക്കെ അനുസാരികളാണ്. അതൊക്കെ കഴിച്ചു. എല്ലാവരും പരസ്പരം ഒരു ചെറിയ സുവനീർ നമുക്ക് കിട്ടി. ഇതൊക്കെയായിട്ട് അടുത്തത് നമ്മൾ ഒരു വാനിലേക്ക് ചെന്ന് കയറി. നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന വാൻ തന്നെ അവിടെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ ഇനി ഈ ഒളാരയുടെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അങ്ങോട്ട് ഈ ഗ്രാമങ്ങളൊക്കെ പിന്നിട്ട് നമ്മൾ പോവുകയാണ്. കുറേ അകലെ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ ഒരു അറിയിപ്പ് വന്നു, ഇനി കുറേ ആളുകൾ സിറ്റിയിലേക്ക് മടങ്ങുകയാണ്. വേറെ കുറേ പേര് ഈ തിയോത്തിഹുവാക്കാൻ എന്ന് പറയുന്ന പട്ടണം കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ തിയോത്തിഹുവാക്കാൻ കാണാൻ പോകുന്നവരൊക്കെ ഇവിടെ അസംബിൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ആകാശത്ത് നിന്ന് കണ്ടാൽ പോരാ, നമുക്ക് ഈ അത്ഭുത നഗരത്തെ ഡീറ്റെയിൽഡായിട്ട് നിലത്തുനിന്ന് തന്നെ കാണണം. അതിനുള്ളിലേക്ക് പോകണം. പറ്റുമെങ്കിൽ പിരമിഡിൻ്റെ മുകളിൽ കയറണം. അപ്പോൾ 2-3 മണിക്കൂർ സമയം എക്സ്ട്രാ സ്പെൻഡ് ചെയ്താൽ അത് പോയി കണ്ടിട്ട് നമുക്ക് മടങ്ങാം. അപ്പോൾ നമ്മളെ തിരിച്ച് സിറ്റി തന്നെ കൊണ്ടേയാക്കും. അപ്പോൾ അതിനുള്ള ഫീസ് കൊടുത്തു. ഞാൻ അവിടെ തന്നെ ബുക്ക് ചെയ്തു. വേറെ ഒരു 6-7 പേരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തോളൂ, ഇതാ ഒരാളെ പരിചയപ്പെടുത്തുന്നു, ഇയാളുടെ കൂടെ അയാളുടെ വണ്ടിയിൽ നിങ്ങൾ കയറിക്കോളൂ, നിങ്ങളെ തിയോത്തിഹുവാക്കാൻ്റെ എൻട്രൻസിൽ കൊണ്ട് എത്തിക്കും. അവിടെ ഒരു ഗൈഡ് ഉണ്ടാവും. ആ ഗൈഡ് നിങ്ങളെ ബാക്കി കാര്യങ്ങൾ ചെയ്തു തന്നോളും, നിങ്ങളെ വഴി നടത്തും, കാഴ്ചകൾ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് തിരിച്ച് ഈ ഒളാരയുടെ തന്നെ വണ്ടി ഉണ്ടാവും. അതിൽ നിങ്ങളെ പുറപ്പെട്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കും വൈകിട്ട്. അപ്പോൾ ഞങ്ങൾ 6-7 പേര് ഈ വണ്ടിയിൽ കയറി. അങ്ങനെ പല ഗ്രാമങ്ങൾ പിന്നിട്ട് ഈ തിയോത്തിഹുവാക്കാൻ വേറൊരു ദിശയിലാണ്. ഈ മെക്സിക്കോയുടെ ഉൾനാടിലെ ജീവിതം, ഗ്രാമങ്ങൾ, ചെറുപട്ടണങ്ങൾ, ദാരിദ്ര്യമുള്ള പട്ടിണിയുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഓടുകയാണ്. ഒരു പാർക്കിംഗ് ഏരിയ പോലത്തെ ഭാഗത്തെത്തുന്നു. അവിടെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ വരുന്നു. അങ്ങനെ പരിചയപ്പെടുന്നു. പൊക്കമൊക്കെ കുറഞ്ഞൊരു മനുഷ്യനാണ്. ഒരു അസ്റ്റക്കോ മായനോ ഒരു ഗോത്ര മനുഷ്യനാണെന്ന് തോന്നുന്ന ഏതാണ്ട് അതേ സ്വഭാവമൊക്കെയുള്ളൊരു മനുഷ്യൻ. മാർട്ടിൻ എന്നാണ് അയാളുടെ പേര്. അയാൾ പറഞ്ഞു എൻ്റെ കൂടെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 6 പേര് അയാളുടെ പിന്നാലെ നടക്കുകയാണ്. കുറേ ദൂരം നടന്ന് ഞങ്ങൾ ഈ തിയോത്തിഹുവാക്കാൻ്റെ എൻട്രൻസിലേക്ക് എത്തുന്നു. അവിടെ ഇയാൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ആ ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങൾ ഈ ആർക്കിയോളജിക്കൽ സൈറ്റിനകത്തേക്ക് കയറുന്നു. ആർക്കിയോളജിക്കൽ സൈറ്റല്ല, 2 പ്രധാന പിരമിഡുകളും നിരവധി ക്ഷേത്രങ്ങളും നിരവധി മണ്ഡപങ്ങളും കമാനങ്ങളും സ്തംഭങ്ങളും എല്ലാം ഉള്ള ഗംഭീരമായൊരു പഴയ നഗരം. നമ്മൾ ആദ്യം കയറി ചെല്ലുന്നത് തന്നെ ഒരു വലിയ സ്ക്വയറിലേക്കാണ്. ഈ സ്ക്വയറിൻ്റെ ഒരു ഭാഗത്ത് അവിടെ മണ്ഡപങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കയറി നിൽക്കാവുന്ന മണ്ഡപങ്ങളൊക്കെ ഉണ്ട്. ഒരു ഭാഗത്ത് നമ്മൾ ആദ്യം കാണുന്നത് ചന്ദ്രൻ്റെ പിരമിഡാണ്, മൂൺ പിരമിഡ്. അതിന് സൺ പിരമിഡിൻ്റെ അത്ര ഉയരമില്ല. ഏകദേശം ഒരു 15-16 നില കെട്ടിടത്തിൻ്റെ ഉയരമേ ഉള്ളൂ. അതിൻ്റെ മുകൾ ഭാഗത്തെ കല്ലുകളൊക്കെ പലതും ഇളകിപ്പോയിരിക്കുന്നു. ദീർഘകാലം അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന കാലത്ത് പിന്നീട് വന്ന ഏതെങ്കിലും ജനവിഭാഗങ്ങൾ ആ കല്ലൊക്കെ ഇളക്കിക്കൊണ്ടുപോയി കെട്ടിടം പണിതൊക്കെ ആയിരിക്കണം. അവർക്കിതെന്താണെന്ന് അറിവുണ്ടായിരുന്നില്ല അന്ന്. അതിൻ്റെ മുൻപിൽ വേറൊരു ഭാഗത്ത് ഒരനുബന്ധമായൊരു തട്ടുണ്ട്. അതൊരു 3 നില 4 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ളതിന്. ഈ 4 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ആ തട്ട് വരെ നമുക്ക് കയറാം, നടന്ന് കയറാം. അതിൻ്റെ മുകളിലേക്ക് ആളുകൾ കയറുന്നുണ്ട്. സ്റ്റെപ്സ് ഉണ്ട് അങ്ങോട്ട് കയറാൻ. പക്ഷേ ഈ ഓരോ സ്റ്റെപ്പിനും ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഒരു 2 അടി ഉയരമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി പ്രായമായവർക്കൊക്കെ അത് കയറാൻ വലിയ പാടാണ്. കുറച്ച് കാല് പൊക്കി വെച്ച് കയറണം. ഒരു 3-4 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലേക്ക് കയറുന്ന അത്രയും കയറണം. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നമ്മുടെ മാർട്ടിൻ ഈ നഗരത്തിൻ്റെ ചരിത്രം വിസ്തരിച്ചു. 2200 കൊല്ലങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഒരു നഗരം. പിന്നീട് AD 100-ലാണ് ഈ കാണുന്ന സൺ പിരമിഡ് പണിയുന്നത്. ഏതാണ്ട് അതേ കാലത്ത് തന്നെയാണ് മൂൺ പിരമിഡും പണിയുന്നത്. ഈ സമയമായപ്പോഴത്തേക്കും ഈ സ്ക്വയറും ഈ പ്രൊമനേഡും മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു.
ടൂറിസ്റ്റുകൾ, പാശ്ചാത്യ ടൂറിസ്റ്റുകൾ, അമേരിക്ക എന്നുള്ളവരാണ് ഏറ്റവും കൂടുതൽ. മെക്സിക്കോയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, യൂറോപ്പിൽ നിന്നൊക്കെ വന്ന ജനങ്ങളും അവരുടെ ഗൈഡുകളും അവർക്ക് കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി, സൂനിയറുകൾ വിൽക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ ഒരു ഉത്സവ പറമ്പ് പോലെ മാറി. അതിമനോഹരമായ സ്ഥലം. ഇതിൻ്റെ ചരിത്രവും പ്രധാന ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് പറഞ്ഞു തന്നിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കുറച്ച് സമയം നിങ്ങൾക്ക് ഈ പിരമിഡിൻ്റെ മുകളിൽ കയറാം എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഈ മൂൺ പിരമിഡിൻ്റെ മുകളിലേക്ക് കയറാൻ അനുവദിക്കില്ല, മുകളിൽ തകർന്നാണ് കിടക്കുന്നത്. ഈ പിരമിഡിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. ഈ സൺ പിരമിഡിൻ്റെ മുകളിൽ കൊണ്ടുവരുന്നു ക്ഷേത്രം. ഇപ്പോൾ അതൊന്നുമില്ല. ഇതിൻ്റെ മുമ്പിലുള്ള ഞാൻ പറഞ്ഞല്ലോ മറ്റൊരു മണ്ഡപം പോലത്തെ ഒരു കല്ലിൻ്റെ ഒരു പടിക്കെട്ട് കയറി നമുക്കൊരു 3-4 നിലക്കെട്ടത്തിൻ്റെ ഉയരത്തിലേക്കല്ല. ഞാൻ താഴെ നിന്ന് ഷോട്ടൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മുകളിൽ നിന്ന് കയറിയിട്ട് എടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ മുകളിൽ നിന്ന് ഈ പുറമേടിൻ്റെ മുമ്പിലുള്ള ഈ തെരുവിൻ്റെ മനോഹരമായ കാഴ്ച കിട്ടുമല്ലോ. വളരെ ബുദ്ധിമുട്ടിയാണ് കയറേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ മസിൽ പിടിച്ച ഒരൊറ്റപ്പിടുത്തത്തിന് നേരെ പകുതി വരെ കയറി. അത് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് ഞാൻ ഇത്രയും കയറിയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഒരാത്മാഭിമാനമൊക്കെ തോന്നി. ഒരൊറ്റപ്പിടുത്തവും കൂടെ പിടിച്ച് ഞാൻ നേരെ മുകളിൽ കയറി, ഏറ്റവും മുകളിൽ കയറി നിന്നു. അവിടെ കുറേ ആളുകൾ കയറി വരുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, അവിടെ നിന്ന് ഇറങ്ങാനാണ് കയറുന്നതൊക്കെ ബുദ്ധിമുട്ടെന്ന് മനസ്സിലായി. ഒരു ചങ്ങലിട്ടിട്ടുണ്ട്, അതൊക്കെ കൂടെ പിടിച്ച് കഷ്ടപ്പെട്ട് താഴെ ഇറങ്ങി. നല്ല കുത്തനെയുള്ള സ്റ്റെപ്സാണ്. അവിടെ ഇറങ്ങി വരുന്നു. ഞങ്ങൾ വീണ്ടും ഒത്തുചേരുന്നു. വീണ്ടും അടുത്ത് നടന്ന് നമ്മൾ സൺ പിരമിഡിൻ്റെ സൂര്യദേവൻ്റെ പിരമിഡിൻ്റെ മുമ്പിലെത്തുന്നു. ഈ സൂര്യദേവൻ്റെ പിരമിഡിൻ്റെ മുകളിൽ വരെ കയറാം. 1-1.5-2 മണിക്കൂർ നേരത്തെ അധ്വാനം അത്. പിടിച്ച് ചുറ്റി കറങ്ങിയൊക്കെ കയറിപ്പോകണം. അതിൻ്റെ മണ്ടയ്ക്ക് ആളുകൾ കയറി നിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. പക്ഷേ നമുക്കത് കയറാനുള്ള സമയമില്ല. കാരണം നമ്മൾ മൊത്തത്തിൽ ഇവിടെ ഒരു 1.5 മണിക്കൂർ സമയം അനുവദിച്ചിട്ടുള്ളൂ. അങ്ങനെ പല നിർമ്മിതികളുടെ, പല കൊട്ടാരങ്ങളുടെ, പല ചരിത്ര സ്ഥലങ്ങളുടെ, പല ക്ഷേത്രങ്ങളുടെ ഒക്കെ മുന്നിലൂടെ നടന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്ന് കഥകൾ വിവരിച്ചു തന്നു. ആ കഥകൾ കേട്ടു. ഒപ്പം അവിടെ നിരവധി കച്ചവടക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റിയിൽ കണ്ടതുപോലെ തന്നെ ഈ ഗോത്ര ചിഹ്നങ്ങൾ ആലേഖനം ചെയ്ത നെയ്തെടുത്ത ഷോളുകൾ, പുതപ്പുകൾ, ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ നമ്മുടെ ഗൈഡ് മാർട്ടിൻ തന്നെ പലതും വിവരിച്ചു തന്നു. ചില കടക്കാരെ പരിചയപ്പെടുത്തി തന്നു. അവിടെ കച്ചവടം നടന്നാൽ മാർട്ടിന് എന്തെങ്കിലും ചെറിയ ഗുണമൊക്കെ ഉണ്ടാകുമായിരിക്കാം. ഏതായാലും ചിലരുടെ മോശമാണെന്നും ചിലരുടേതാണ് വളരെ നല്ലതെന്നും ഇവരുടേത് തട്ടിപ്പാണെന്നും ഒക്കെ പുള്ളി പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. പിന്നെ പലതരം മാലകൾ, പലതരം ഈ ഗോത്ര ചിഹ്നങ്ങളടങ്ങിയ ആഭരണങ്ങൾ, ഇതൊക്കെ അവിടെ വിൽക്കുന്നുണ്ട്. അവരെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തും. അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ പറഞ്ഞു തരും. അതിൻ്റെയൊക്കെ താന്ത്രിക വശങ്ങൾ പുള്ളി വിവരിച്ചു തരും. വാങ്ങിയാൽ നല്ലത് എന്നൊരു ധ്വനി അതിനകത്തൊക്കെ ഉണ്ട്. ഇതെല്ലാം കണ്ട് നമുക്കിനി മടങ്ങേണ്ട സമയമായി. ഈ മടങ്ങുമ്പോൾ മാർട്ടിൻ പറഞ്ഞു, ഒരു സ്ഥലത്തൂടെ നിങ്ങളെ കൊണ്ടുപോകും, അത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകമായി. ശരി. അങ്ങനെ ഓടി ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മുമ്പിൽ, ഒരു വീടാണെന്ന് തോന്നിയ ഒരു കെട്ടിടത്തിൻ്റെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തി. ഞങ്ങളവിടെ ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ടെക്കീല എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ട്. ടെക്കീല മദ്യമാണ്, മെക്സിക്കൻ മദ്യമാണ്. ഇതിൻ്റെ ഉൽപ്പാദകരായ ഒരു വീട്ടുകാരാണിവർ. ഇവർ ഭർത്താവും ഭാര്യയും മക്കളും എല്ലാം കൂടെ ചേർന്നാണ് ഈ സംരംഭം നടത്തുന്നത്. അത് വാറ്റിയെടുത്ത് പല ഫ്ലേവറുകളാക്കി മനോഹരമായ കുപ്പികളിലാക്കി അവർ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അവിടെ കയറി കഴിയുമ്പോൾ പല ഫ്ലേവറുകളിലുള്ള ടെക്കീലയുടെ സാമ്പിളുകൾ തരും. അത് നിങ്ങൾക്ക് രുചിച്ച് നോക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാം. ഞങ്ങൾ കയറി ചെല്ലുന്നു. അപ്പോൾ ഒരു കൗബോയ് വേഷത്തിൽ, കൗബോയ് സ്വഭാവത്തിലുള്ള തൊപ്പിയൊക്കെ വെച്ച ഒരു ഗൃഹനാഥൻ വരുന്നു. അയാളെ കണ്ടാൽ തന്നെ ഒരു യോഗ്യനാണ്. പഴയ കൗബോയ് സിനിമകളിലൊക്കെ കുതിരപ്പുറത്ത് ഇങ്ങനെ വരുന്ന ഒരു പടയാളിയെ അല്ലെങ്കിൽ ഒരു ഹീറോയെ നമ്മളെ അനുസ്മരിപ്പിക്കും. അയാളുടെ ഭാര്യയുണ്ട്, 2-3 പെൺമക്കളുണ്ട്. ഇവരൊക്കെ ഇയാളെ സഹായിക്കാൻ വേണ്ടി ഈ ഡെമോൺസ്ട്രേഷന് വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ ഓരോ വിഭവത്തിൻ്റെയും, ഓരോ മദ്യത്തിൻ്റെയും, ഓരോ ടെക്കീലയുടെ വിവിധ സാമ്പിളുകളുടെ വിവരണങ്ങൾ തന്നു. ഇതെങ്ങനെ ഉണ്ടാക്കും, ഇതേത് സമയത്ത് കഴിക്കണം, ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ, ഭക്ഷണത്തിന് ശേഷം കഴിക്കണോ, ഭക്ഷണത്തിനൊപ്പം കഴിക്കണോ, രാവിലെ കഴിക്കണോ, വൈകിട്ട് കഴിക്കണോ, കല്യാണത്തിൻ്റെ പാർട്ടിക്ക് കഴിക്കണോ, ആനിവേഴ്സറിക്ക് കഴിക്കണോ, ബർത്ത്ഡേ പാർട്ടിക്ക് കഴിക്കേണ്ടത്, ഇങ്ങനെ ഇതിനെ വ്യത്യസ്തമായ സമയങ്ങളിലും സന്ദർഭങ്ങളിലും കഴിക്കേണ്ട രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുക മനോഹരമായ കുപ്പികളിൽ. ഈ വിവരണവും കഴിഞ്ഞ് സാമ്പിളും എല്ലാം കഴിഞ്ഞതോടുകൂടി സംഘത്തിലുണ്ടായിരുന്നൊരു ഗംഭീരമായൊരു ഷോപ്പിംഗ് അങ്ങ് ആരംഭിച്ചു. 6-7 കുപ്പികളൊക്കെ ആയിട്ടാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ പലരും ഇറങ്ങി വന്നത്. ടെക്കീല കുപ്പികളുമായി ഞങ്ങൾ തിരിച്ച് വാനിലേക്ക് കയറി. ഇനി മെക്സിക്കോ സിറ്റിയിലേക്കുള്ള മടക്കയാത്രയാണ്. ദീർഘമായൊരു യാത്ര. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.